ഈ നമ്മുടെ BJP നേതാക്കന്മാരുടെയും CPM നേതാക്കന്മാരുടെയും ഒരേ ശബ്ദമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന്. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ന് ഒരു മന്ത്രി പറഞ്ഞതായി വരുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഞാനത് നേരിട്ട് കേട്ടിട്ടില്ല. അത് എന്നോട് പറഞ്ഞതാണ്. അത് പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങേയറ്റം അപകടപരമായൊരു പ്രസ്താവനയാണ്. കാരണം മലപ്പുറം എന്നുള്ളത് വർഗീയതയുടെ കേന്ദ്രമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടെയാണ് വർഗീയ ധ്രുവീകരണം നടക്കുന്നത്, ന്യൂനപക്ഷ വർഗീയതയുടെ കേന്ദ്രമാണെന്നുള്ളത്. അപ്പോൾ ഇത് BJPയുടെ സ്വരമാണ്. അപ്പോൾ അങ്ങനെ BJPയും CPMഉം ഏതാണ്ട് ഒരേ രീതിയിൽ ക്യാമ്പയിൻ നടത്തിയപ്പോൾ അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ വിഭജിച്ചു പോയി. അതുകൊണ്ടാണ് BJPക്ക് അവർ പ്രതീക്ഷിച്ചത്ര ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഒരു മുസ്ലിം കൺസോളിഡേഷൻ്റെ സഹായമുണ്ടായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ചില സംഭവങ്ങൾ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ ന്യൂനപക്ഷത്തെ വളരെയേറെ ആശങ്കാകുലരാക്കിയിരുന്നു. അപ്പോൾ അതിനെ CPM അഡ്രസ്സ് ചെയ്തത് തിരിച്ച് ഒരു ഹിന്ദു കൺസോളിഡേഷനെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമോ എന്നൊരു ശ്രമമായിരുന്നു. അത് പ്രചരണത്തിൻ്റെ ആദ്യം മുതലേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഈ യോഗി ആദിത്യനാഥിനെയും പാണക്കാട് തങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു സിദ്ധാന്തം, പിന്നെ ഈ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ചുള്ള അവരുടെ ആശങ്കകൾ, അതൊക്കെ തന്നെയും CPM ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഹിന്ദു വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ന്യൂനപക്ഷ ഏകീകരണമാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഏകീകരണമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഏകീകരണം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 2 ലക്ഷത്തിലധികം കൂടുതലായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വേങ്ങരയിലും CPM തുടരാൻ പോകുന്ന ഒരു ലൈൻ ഇത് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഈ ഇലക്ഷനിൽ വോട്ട് കുറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ MT രമേശ് പറയുകയായിരുന്നു, ഹൈന്ദവ വോട്ടുകൾ UDFന് ലീഗിന് അനുകൂലമായി പോൾ ജയിക്കുക എന്ന പ്രവൃത്തിയാണ് കോൺഗ്രസ് അവിടെ നിർവഹിച്ചത് എന്ന്. നിങ്ങളുടെ ഒരു പ്രാധാന്യത്തെ BJP ഉൾക്കൊള്ളുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ ഓരോ വിഭാഗത്തെയും വൈകാരികമായി ഉണർത്തിക്കൊണ്ട് എളുപ്പവഴികളിലൂടെ അവരുടെ വോട്ടുകൾ ഒരു പ്രത്യേക രൂപത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു? ലീഗ് അത് ഒരു വിധത്തിൽ ചെയ്യുന്നു, കോൺഗ്രസ് അതേ സ്വഭാവത്തിൽ തന്നെ മറ്റൊരു വിഭാഗത്തെ ആ രൂപത്തിൽ ഏകീകരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെയാണോ അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ? അല്ല, കോൺഗ്രസ്സെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് എല്ലാ വിഭാഗങ്ങളും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗം കൂടുതലുണ്ട് കുറവുണ്ട് എന്ന് പറയാനാവില്ല. മലപ്പുറം ജില്ലയിലെ ഞങ്ങൾക്ക് എല്ലാ ജനവിഭാഗങ്ങളും ഞങ്ങളോടൊപ്പമുണ്ട്. സാമാന്യം നല്ല രീതിയിലുള്ള ഞാൻ അവിടെ ഒരു പഞ്ചായത്തിൽ AR നഗർ, അബ്ദുറഹ്മാൻ നഗറിൽ ഞാൻ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ നന്നായിട്ട് കോൺഗ്രസ്സിന് എല്ലാ വിഭാഗം, കോൺഗ്രസും അവിടെ നല്ല ശക്തിയാണ്, ലീഗും നല്ല ശക്തിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് പറയുന്ന ഒരു വ്യാഖ്യാനം അത്ര കറക്റ്റല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപരമായി വർഗീയത മുതലെടുക്കുന്ന, വർഗീയത ഇളക്കി മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഏതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് CPM ആണ്. BJP പിന്നെ പരസ്യമായ നിലപാട്. ഇവരെ സംബന്ധിച്ച് വളരെ ഗോപ്യമാണ്. അവർ ഓരോ സ്ഥലത്തും അവർക്കൊരു കേഡർ സ്വഭാവമുണ്ട്. ഓരോ വീടുകളിൽ പോയി വർഗീയത വേണമെങ്കിൽ പറയും. തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. വീടുകളിൽ പോയി അവരുടെ കുടുംബ സദസ്സുകളിൽ ഭയങ്കരമായ വർഗീയത പറയും. അവർ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ തന്ത്രപരമായ, നേരത്തെ വേണു പറഞ്ഞ പോലെ ഒരു മൃദു ഹിന്ദുത്വ സമീപനം എടുത്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യമായി അവർ പലപ്പോഴും അത് വളരെ തന്ത്രപരമായി ഈ കുടുംബയോഗങ്ങളിലൊക്കെ പോയിട്ട് ഇവർ പറയുന്നത് STPI, വെൽഫെയർ പാർട്ടി, സർവ്വ മുസ്ലിം സംഘടനകളും ആ കൂട്ടത്തിൽ കൂടിയിരിക്കുകയാണ്. എന്നാൽ സത്യം എന്തായിരുന്നു? ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്വാധീനവും, എല്ലാ തരത്തിലുള്ള പണം ഉൾപ്പെടെയുള്ള എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സ്പിൻഡർ ഗ്രൂപ്പുകളെ, ഇത്തരം വർഗീയ പ്രസ്ഥാനങ്ങളെ എല്ലാം അവർ കൂട്ടത്തിൽ നിർത്തി. ഏതെങ്കിലും കാലഘട്ടത്തിൽ ജമായത്തെ ഇസ്ലാമി UDFന് കൂടെ നിന്നിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത്? ഒരിക്കലും നിന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മനസാക്ഷി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ആ വോട്ടെങ്കിലും കിട്ടിയില്ലായിരുന്നെങ്കിൽ CPMൻ്റെ കാര്യം വളരെ ദയനീയമായേനെ. STPI
ഏത് കാലഘട്ടത്തിലാണ് UDFൻ്റെ കൂടെ നിന്നിട്ടുള്ളത്? ഇതൊക്കെ പറയും എന്നുള്ളതല്ല, ഇതൊക്കെ ഇവർ പ്രചരണത്തിന് വേണ്ടി പറയും എന്നുള്ളതല്ലാതെ ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വമായി അവർ കൈകാര്യം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനസാക്ഷി വോട്ടൊക്കെ പറഞ്ഞത്. അതേസമയം അവർ LDF എന്ന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ വേറൊരു ചിത്രമായിരുന്നു, UDFന് പിന്തുണ കുറേ കൂടി വർദ്ധിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ തന്ത്രപരമായിട്ടാണ് നിന്നിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷവും ഇതുകൂടെയൊക്കെ ഒന്ന് താരതമ്യപ്പെടുന്നത് എന്താ അർത്ഥം? അന്ന് PK സൈനബേ നിന്നിട്ടുള്ളത്. AP വിഭാഗം എത്ര പേര് അവർക്ക് വോട്ട് ചെയ്യും? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. അന്നത്തെ കാലത്ത് LDFൻ്റെ എത്ര നേതാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്? ആരെങ്കിലും പ്രചരണത്തിന് വന്നിട്ടുണ്ടോ? അവർ സൈനബ അവിടെ മത്സരിച്ചു, സ്വാഭാവികമായും ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അവരവരുടേതായ ഒരു കർമ്മം നിർവഹിച്ചു എന്നുള്ളതല്ലാതെ അവിടെയെങ്കിലും ഒരു വോട്ടിന് വേണ്ടി ആരും വന്നിട്ടുമില്ല. സ്വാഭാവികമായും പല മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് വരാവുന്ന വോട്ടുകൾ പോലും വന്നിട്ടുമില്ല. അതിൻ്റെ പേരിലാണ് ആ വലിയ മാർജിൻ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം എന്ന് പറഞ്ഞ് കൃത്യമായ പൊളിറ്റിക്കലായി നടന്നൊരു മത്സരത്തിൽ ഒരു രാഷ്ട്രീയ വിജയമാണ്. 1,71,000 വോട്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചത് 1.5 ലക്ഷത്തിൽ. ശ്രീ പി കെ ഫിറോസ്, ഇനി എത്രയൊക്കെ വിനയം നടിച്ചാലും BJPക്ക് കേരളത്തിന് പുറത്തുള്ള തുടർ വിജയങ്ങൾ നൽകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ മലപ്പുറത്തേക്ക് പോകുമ്പോൾ? അതിൽ തന്നെ പ്രത്യേകിച്ചും മലപ്പുറത്തേക്ക് പോകുമ്പോൾ UPയിൽ കിട്ടിയ തിളക്കമാർന്ന വിജയത്തിൻ്റെ ഒരാത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നില്ലേ? കേന്ദ്രഭരണത്തിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാകും എന്നവർ കരുതിയിട്ടില്ലേ? ഏത് വിധേനയും മുന്നോട്ട് വരണമെന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അതിശക്തമായി അവരാർജിച്ചെടുത്ത ഒരു ഊർജ്ജമുണ്ടല്ലോ, അതിൻ്റെ പിന്തുണ ഫലം കാണും എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ലേ? സർവോപരി പുതിയ വോട്ടർമാർ, ലക്ഷത്തിലധികം പുതിയ വോട്ടർമാർ, അവരിൽ ഏതാണ്ട് 77,000-ഓളം വോട്ട് UDFന് കിട്ടുന്നു, 1 ലക്ഷത്തോളം വോട്ട് LDFന് കിട്ടുന്നു. അവരുടെ പ്രാതിനിധ്യം പോലും BJP പ്രതീക്ഷിക്കാതിരുന്നു എന്ന് കരുതാൻ കഴിയുമോ? അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഒന്നൊഴിയാതെ BJPയെ കൈവിട്ടതെങ്ങനെയാണ്? അവിടെ ഒരു ശ്രീപ്രകാശ്, അദ്ദേഹത്തിന് കിട്ടാവുന്നതിൻ്റെ പരമാവധി ഇത്, ഞങ്ങൾക്ക് സ്വാധീനമുള്ളത് ഇത്രമാത്രം, അതിൽ നിന്ന് എടുക്കാൻ കഴിയുന്നത് ഇത്രമാത്രം, ഈ കണക്കുകളിലേക്ക് അവരെ വിനയാന്വിതരാക്കിയാൽ മലപ്പുറത്തിൻ്റെ ജനവിധി എന്തായിരുന്നു എന്നതിൻ്റെ രാഷ്ട്രീയമായ ഉള്ളടക്കമാണ് നഷ്ടപ്പെടുക. ഫിറോസിൻ്റെ വിലയിരുത്തൽ എന്താണ്? അല്ല, ഒന്ന് പിന്നെ BJPക്ക് ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം അതുകൊണ്ടാണല്ലോ BJP 7 ഇരട്ടി വോട്ടുകൾ ഞങ്ങൾ കൂടുതൽ നേടുമെന്ന് പറഞ്ഞത്. BJPക്ക് അത് സാധിക്കാതെ പോയത് ഞാൻ മനസ്സിലാക്കുന്നത് UDFും LDFും ഒരുപോലെ കൂടുതൽ സംസാരിച്ചത്. ഇപ്പം ഇവിടെ ജോസഫ് വാഴക്കൻ പറഞ്ഞതുപോലെ കുടുംബയോഗങ്ങളിൽ CPM പയറ്റിയ തന്ത്രത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതാത് സമയങ്ങളിൽ അവർ സ്വീകരിക്കുന്ന സമീപനം നമ്മൾ മുമ്പും കണ്ടതാണ്. അതേസമയം പൊതുവേദികളിൽ അവിടെ മലപ്പുറത്തിൻ്റെ തെരുവീതികളിൽ മുഴുവൻ കേട്ട പ്രസംഗം BJPയുടെയും അതുപോലെ തന്നെ RSSൻ്റെയും ഒക്കെ വിഭാഗീയതയും അതുപോലെ തന്നെ വർഗീയതയെക്കുറിച്ചുമൊക്കെയാണ്. അതിനൊരു വിജയം മലപ്പുറത്തുണ്ടായി. മതേതര കേരളം അത്തരമൊരു ചിന്ത വേണം എന്ന ഒരു പൊതുബോധം മലപ്പുറത്ത് വർക്കൗട്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ BJPയുടെ വോട്ടുകൾ കുറയാൻ പ്രധാനമായും കാരണമായിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഈ മലപ്പുറം ഇലക്ഷൻ വിലയിരുത്തുമ്പോൾ എനിക്ക് അതിനേക്കാൾ വളരെ ഗൗരവമായി തോന്നിയ ഒരു കാര്യം വേണു. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ മതേതരവാദികളാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമായി ഈ മലപ്പുറം ഇലക്ഷൻ്റെ വിജയം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാലത്തെ ചർച്ചകൾ കേട്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയത്. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, മുസ്ലിം ലീഗ് ഇപ്പം മലപ്പുറത്ത് ആദ്യമായിട്ടല്ലല്ലോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ മത്സരമല്ല, ആദ്യത്തെ വിജയവുമല്ല. കേരളം 1948 രൂപീകരിച്ച പാർട്ടിയാണ്. കേരളത്തിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ കേരളത്തിൻ്റെ നിയമസഭയിലുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ മലപ്പുറത്തൊരു വിജയം വന്നതിന് ശേഷം ഈ മുസ്ലിങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മാത്രമാണ് ലീഗിന് വോട്ട് ചെയ്യുന്നത്, മലപ്പുറത്ത് വോട്ട് ചെയ്യുന്നത്. ഇന്ന് കെ സുരേന്ദ്രൻ, എന്നോടൊരാൾ പറഞ്ഞു കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന കണ്ടില്ലേ, ഞാൻ വിചാരിച്ചത് BJPയുടെ കെ സുരേന്ദ്രൻ ആയിരിക്കുമെന്നാണ്. പക്ഷേ കെ സുരേന്ദ്രൻ എന്ന് അദ്ദേഹം പരിഹാസരൂപേണ പറഞ്ഞതാണ്. കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, CPMൻ്റെ മന്ത്രിയെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരത്തെ ഇവിടെ പ്രശാന്ത് സൂചിപ്പിക്കുകയുണ്ടായി. മലപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് വർഗീയതയാണല്ലോ എന്നാണ്. ഇത്ര അപകടകരമായൊരു പ്രസ്താവനയാണ് ഒരു മന്ത്രി നടത്തുന്നത്. സത്യത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനമല്ല നടത്തിയത്. ഇത് വേറെ ഏതെങ്കിലും ഒരു പറഞ്ഞ ഈ വള്ളിക്കുന്ന് അവിടെ എന്ത് സംഭവിച്ചു? അതൊരു മണ്ഡലമാണല്ലോ. അതുമാത്രവുമല്ല, നേരത്തെ ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട നിങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതികൂലമായി? ഇനി
എന്തൊക്കെ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളാണ് CPM-ന് അവിടെ നേരിടേണ്ടി വന്നത്? നിങ്ങൾ ഈ പറയുന്ന ലീഗ് കോട്ട എന്ന പ്രശ്നം CPM-ഉം അഭിമുഖീകരിക്കുന്നതാണ്. പിന്നെ ഭരണവിരുദ്ധതയുടെ തരംഗം ഉണ്ടായി എന്ന് പറയുന്ന ഒരു പ്രചാരണം അവിടെ പ്രത്യേകിച്ച് കോൺഗ്രസ് അഴിച്ചുവിടുക